സെൽഫ് ഡിസിപ്ലിൻ. നാളെ നാളെ എന്നാണോ? നാളെ നാളെ നീളെ നീളെ അല്ലേ? എന്നാൽ കുറച്ച് ഡിസിപ്ലിൻ ആയാലോ? സെൽഫായിട്ട് നമ്മൾ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലതും മോശവുമായിട്ടുള്ള കുറച്ച് വശങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഡിസിപ്ലിനൊക്കെ നല്ലതാ. പക്ഷേ എല്ലാവർക്കും എല്ലാം ഡിസിപ്ലിനായിട്ട് ചെയ്യാൻ പറ്റുമോ? അതൊരു കാര്യമാണ്. റുട്ടീനൊക്കെ കറക്റ്റാക്കി ഈ ദിവസം ഇന്നതിടണം, ഈ ദിവസം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുവിധം ആൾക്കാർക്കൊക്കെ അത് നമുക്ക് ശരിയാവും. എന്നാൽ കുറച്ച് വിഭാഗം ആൾക്കാർക്ക് ഈ സെൽഫ് ഡിസിപ്ലിൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്നാൽ അവരത്ര മോശക്കാരൊന്നുമല്ല. വന്നപടി ചന്തം എന്നായാലും അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കും. പക്ഷെ സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾക്ക് ഹെക്ടിക്കായിട്ട് കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കണ്ട. വി ആർ ഓൾറെഡി ഇൻ എ പാക്ഡ് തിങ്. സോ വി നോ നീഡ് ടു റൺ ഔട്ട് ഓഫ് ദാറ്റ്. നമുക്ക് തലേ ദിവസം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാം. അതേസമയം കാലത്തെന്നിട്ട് തപ്പിപ്പിടിക്കുകയാണെങ്കിലോ വളരെ ബുദ്ധിമുട്ടാണല്ലേ. ആ മെയിൽ എവിടെയാണ്, ഈ മെയിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇനി വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിൽ കാലത്ത് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ചിലവർ തലേദിവസം ആലോചിച്ച് വളരെ ഡിസിപ്ലിനായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ഇനി ഹോംവർക്കിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾ വീക്കെൻഡ് ഹോംവർക്ക് ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ തന്നെ ചെയ്തു വയ്ക്കും. എന്നാൽ ചില കുട്ടികളാവട്ടെ സൺഡേ ഹോംവർക്കിൻ്റെ പുസ്തകം തുറക്കുള്ളൂ. അപ്പം സൺഡേ തുറന്നാലും ചിലപ്പോൾ ആ കുട്ടി അന്നേരം തീർത്ത് വെക്കണ കുട്ടി ഉണ്ടാവും. ഇനി അതുമൊന്നും ചെയ്യാണ്ട് മൺഡേ കാലത്ത് എൻ്റെ സബ്മിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ സെൽഫ് ഡിസിപ്ലിൻ്റെ ആവശ്യം വരുന്നത് കേട്ടോ. സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഒരു റൂളായി ചെയ്യേണ്ട കാര്യമല്ല. വി നോ ദ ടൈം ഇസ് റണ്ണിങ്. നമുക്കറിയാം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതല്ല. നിങ്ങൾക്ക് ഓടാൻ പോകണം, ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിസിപ്ലിൻ മൈസെൽഫ് ഫോർ എ വർക്ക് റുട്ടീൻ എന്ന് നമ്മൾ മൈൻഡിൽ വയ്ക്കുകയാണ്. പക്ഷേ നമ്മൾ ഫോഴ്സ് ചെയ്യാണ് നമ്മൾക്ക് വേണ്ടി നമ്മൾ ഓടണം എന്നുള്ളത്. സോ യു നീഡ് ടു സ്റ്റോപ്പ് ഫോഴ്സിങ് ഡിസിപ്ലിൻ ഓൺ തിങ്സ് യു ഹേറ്റ്. നമുക്ക് പക്ഷെ ഓടാൻ ഇഷ്ടമില്ല. സോ അവർ ബ്രെയിൻ ഈസ് റെസിസ്റ്റിങ്. ഡോണ്ട് റൺ, ഡോണ്ട് റൺ. എനിക്ക് സത്യം പറഞ്ഞാൽ നടക്കാനാണ് ഇഷ്ടം, ചില സമയത്ത് ഓടാൻ ഇഷ്ടം. പക്ഷേ ഓടി ചെയ്താ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഓട്ടം നടന്നു എന്ന് വരില്ല. അതുപോലെയാണ് പലർക്കും. ഓടിയാൽ നല്ലതാ, തടിയൊക്കെ കുറയും, കുറച്ച് ഹെൽത്തി ആയിരിക്കും. പക്ഷേ ഓടാൻ മൈൻഡ് സമ്മതിക്കുന്നില്ല. സോ ഡോണ്ട് ഫോഴ്സ് ഡിസിപ്ലിൻ ഓൺ യുവർ സെൽഫ്. പിന്നെ ചിലവർക്ക് കാലത്തൊക്കെ കുറച്ച് നേരം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തിരിക്കുന്നത് ഇഷ്ടമല്ലേ. പക്ഷെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഡിസിപ്ലിൻ ആവാൻ വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയ സ്ക്രോളൊന്നും ചെയ്യില്ല, ഐ എം എ ഡിസിപ്ലിൻ പേഴ്സൺ എന്ന് വയ്ക്കുകയാണ്. സോ അവിടെ നമ്മൾ ടോപ്പോമിൻ, നമ്മൾക്ക് ആ ഹാപ്പി ഹോർമോൺ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ അതൊന്നും എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് റെസിസ്റ്റിംഗ് അവർ ബ്രെയിൻ ടു സ്റ്റോപ്പ് സംതിങ് വി ലൈക്ക് അല്ലേ. പക്ഷേ അതിനും ഒരു ടൈം ലിമിറ്റൊക്കെ വെച്ചാൽ നല്ലതാണ്. ഇങ്ങനെ ആയാൽ ശരിയാവില്ല. കുറച്ചും കൂടി നന്നാവുക നമുക്കെന്ന് നമ്മൾ തന്നെ ഒന്ന് ഡിസിപ്ലിൻ ആവുക. പിന്നെ നമ്മൾ മൂഡ് അനുസരിച്ച് കുറേ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും നമ്മുടെ മൂഡിനെ റിലേറ്റ് ചെയ്യാണ്ട് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ നോക്കുക. കുട്ടി കുട്ടി ഹാബിറ്റ്സ്, മൈക്രോ ഹാബിറ്റ്സ്. ഈ മൈക്രോ ഹാബിറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസിയർ ടു മെയിൻറ്റെയിൻ. അത് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. ഈസി ആയിട്ട് മൈക്രോ ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അത് സെൽഫ് ഡിസിപ്ലിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ പിറ്റേ ദിവസം ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ ഒരു കുട്ടി ഡയറിയിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ട്രൈ ടു പ്രാക്ടീസ് ദാറ്റ് മൈക്രോ ഹാബിറ്റ്. പിന്നെ ആക്ച്വൽ തിങ്സ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡിസിപ്ലിൻ ഈസ്. എന്താണ് ഡിസിപ്ലിൻ എന്നുള്ളത്? അച്ചടക്കം. എന്താണ് അച്ചടക്കം? ഒരാൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യണതാണോ? അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ കുറച്ച് അച്ചടക്കത്തോടു കൂടിയൊക്കെ ജീവിക്കണം എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അല്ലേ. മോസ്റ്റ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഡിസിപ്ലിൻ ഇസ് അബൌട്ട് ഗിവിങ് തിങ്സ് അപ്പ്. ലൈക്ക് നമുക്ക് ചില കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്താലേ നമ്മൾ ഡിസിപ്ലിൻ ആവുള്ളൂ എന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. ആക്ച്വലി ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ഹാവ് ടു ഗിവ് അപ്പ് ഓൾ ദ തിങ്സ് വാട്ട് യു ലൈക്ക്. അങ്ങനെയില്ല. ഡിസിപ്ലിൻ ആ ഒരു ടൈം ലിമിറ്റിൽ വി ക്യാൻ വാച്ച് വാട്ട് വി ലൈക്ക്, ബട്ട് വി ഹാവ് ടു ഫിനിഷ് അവർ ഡ്യൂട്ടീസ് ഓൾസോ. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ സെൽഫ് ഡിസിപ്ലിനെ പറ്റിയിട്ട് നല്ലതും മോശവുമായിട്ടുള്ള കുറച്ച് കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം നമ്മുടെ ലൈഫിൽ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ മൈക്രോ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക, സെൽഫ് ഡിസിപ്ലിൻ ആവുക. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ ജിത്ത.